കോവിഡ് വന്ന കാലത്ത് നമ്മളൊക്കെ ബ്രിഗേഡ് ഉണ്ടാക്കിയില്ല, യൂത്ത് കെയർ ഉണ്ടാക്കിയ, പക്ഷെ കെയർ മാത്രമേ ഉണ്ടായില്ല ഒരിടത്ത് നമ്മള്. അതേസമയം അവിടെയൊക്കെ ഡിവൈഎസ്ഒക്കെ സജീവമായി. പല മെഡിക്കൽ കോളേജിലും വർഷങ്ങളായി ഉച്ചയൂണിന് വേണ്ടി ഉച്ചപ്പൊതി നമ്മുടെ എല്ലാ വീടുകളിൽ നിന്ന് പൊതി കളക്ട് ചെയ്ത് അവിടെ കൊടുക്കുന്ന പദ്ധതി അവർ നടപ്പാക്കുന്നു. मुर्गा है, क्या है? देख सकते हैं महाकुंभ मेले में अंदर आए कोई महाराज जी। कौन है भोसड़ी का? ये क्या पका? ये मुर्गा क्यों पक रहा है यहाँ पर? क्या पका रहा है? अरे इस तो दिखाओ ना। माँ का लक्कर मारे मुर्गा कैसे पक रहा है यहाँ पर? मुर्गा कैसे पक रहा है यहाँ पर? मुर्गा क्यों पकाया है? तेरा बधाई का बेंचो गोदा। ये कैसे संभव हुआ? മോദിയുടെ ഗ്യാരണ്ടി. രാമായണം എഴുതിയത് വാൽമീകി. ആ വാൽമീകിയുടെ പിന്മുറക്കാർ എന്ന് കരുതപ്പെടുന്ന ഒരു സമുദായമുണ്ട് ഉത്തരേന്ത്യയിലെ പട്ടികജാതി വിഭാഗക്കാരായ വാൽമീകി സമുദായം. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ ഈ സമുദായത്തിന് എന്താണ് ലഭിച്ചതെന്ന് രാജസ്ഥാനിലെ നിംലി എന്ന ഈ ഗ്രാമത്തിൽ നിന്ന് നേരിട്ടറിയാം. मोदी जब काम ही ना करवावे तो अब जे काम करवाएगा वालों वोट देंगे वो आके गाएंगे, जब काम ही ना करवावे तो। ഇത്രയും നല്ലൊരു വീട് കിട്ടിയതിന് ഇനിയിപ്പോൾ വെള്ളത്തിന് പേടിക്കണ്ടല്ലോ. അടച്ചുറപ്പുള്ള വീടിന് മക്കളായിട്ട് കുടുംബമായിട്ട് സുരക്ഷിതമായിട്ട് കഴിയാം. ഞങ്ങളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഗവൺമെന്റിനോട് നന്ദി പറയുന്നു. स्कूल बहुत अंदर है गाँव में। बहुत अंदर है गाँव में? अच्छा, बहुत अंदर है गाँव में। आपका कितना उम्र है? उम्र कितना है? 15 साल। 15 साल। बचपन से स्कूल नहीं गया? गया बचपन में गया। कितना क्लास तक गया? दूसरी क्लास तक गया, फिर मास्टर ने डंडा मारा, हम भागे फिर बस पीछे। बोर्ड अच्छा नहीं है, मतलब हम बैठने का जगह नहीं है, ठीक से हम लोग बैठने नहीं दे पाते हैं।
ദേവസ്വം ജീവനക്കാരെയും അതോടൊപ്പം പോലീസ് അയ്യപ്പന്മാരെയും അവർ നടത്തുന്ന സേവനത്തിന് എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. ക്യൂ 90,000 വരെ പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ സ്പോട്ട് ബുക്കിംഗ് ആകുമ്പോൾ കുറേ കൂടെ സുഗമമായി പോകും. പോലീസ് സംവിധാനവും ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കൊഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവണ കിളി പറന്നേ. इधर काम नहीं है? नहीं, क्या क्या है इधर? क्या काम थोड़ा कम ना, इधर थोड़ा काम. थोड़ा काम. कितना पैसा मिलता है आप लोगों के एक दिन एक काम करने के बाद? काम करने के वो कितना मिलेगा? ना कितना मिलेगा? 265 रुपया मिलेगा. അവിടെ എത്ര രൂപ കിട്ടിയിരുന്നു ഒരു ദിവസം? ഒരു ദിവസം 1000 രൂപ. 1000 രൂപ കിട്ടി. ഇവിടെ എത്ര ഒരു ദിവസം എത്ര കിട്ടും? ഇവിടെ 400 രൂപ. അപ്പോൾ അവിടുന്ന് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വീട് വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ബിസിനസ് തുടങ്ങുക അങ്ങനെ വന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എവിടെയാണ് ബിസിനസ്, ചെറിയ ബിസിനസ് ഒക്കെ ചെയ്യുന്നത്. റോണി എന്ന അതിഥി തൊഴിലാളി കാക്കനാട് ഒരു ഹോട്ടലിലാണ് പണിയെടുത്തിരുന്നത്. അവിടെ ഒരു ദിവസം 1000 രൂപ കൂലി കിട്ടുമായിരുന്നു. കുറേ കാലം അവിടെ പണിയെടുത്തതിന് ശേഷം റോണി ഗ്രാമത്തിൽ മടങ്ങിയെത്തി. ഇപ്പോൾ ഇതാ റോണി സ്വന്തമായി ഒരു ചെറിയ ഇതുപോലൊരു കട ആരംഭിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് നല്ല വരുമാനമുണ്ട്. അങ്ങനെയാണ് റോണി ഇപ്പോൾ ജീവിക്കുന്നത്. आग लगा दिया 60 साला. Being the God's own country, you keep God away from politics. ചേരാവള്ളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി മുൻകൈയെടുത്ത് എൻ്റെ മകളുടെ വിവാഹം നടത്തിത്തരണം എന്നൊരു അപേക്ഷയാണ് അവർ തന്നത്. ഒരു സ്ത്രീയാണ് അപേക്ഷ തന്നത്. അത് ജാതി മതം ഒന്നും ഇവിടെ വിഷയമല്ല. അത് ഏറ്റെടുക്കണമെന്നാണ് ജമാഅത്തിലെ ജനറൽ ബോഡി ആവശ്യപ്പെട്ടത്.